പാർച്ചേച്ചി, എന്താ റാണി? എനിക്ക് പാർച്ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? പടനിലത്തെ പത്മനാഭന്റെ പെൺസന്താനം പട്ടടയിലെ എരിഞ്ഞൊതുങ്ങി. 5-ാം ഭാഗം ഗണിച്ച് പിറക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെന്ന് ജ്യോത്സ്യര് പറഞ്ഞപ്പോ അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ അവള് കാരണം വരും കാലത്ത് തന്തയ്ക്ക് തലയിലും മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് ഒരു വാക്കന്ന് ആ ജ്യോത്സ്യര് പറഞ്ഞിരുന്നെങ്കിൽ നീ പോലും അറിയാതെ നിന്റെ വയറ്റിലിട്ട് തന്നെ ഞാൻ ഇവിടെ തീർത്തേനെ. എന്തൊക്കെയായാലും പാറു നമ്മുടെ മോളല്ലേ? ഇല്ല, ഇനി പത്മനാഭനും സൗഭാഗ്യയ്ക്കും ഇങ്ങനൊരു മകളില്ല. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ചുടലയിൽ തീർന്നു. അവളുടെ പേര് പോലും ഇനി ഈ വീട്ടിൽ ആരും മിണ്ടിപ്പോകരുത്. അവളുടെ ഒരു ഓർമ്മയും ഈ വീട്ടിൽ അവശേഷിക്കരുത്. നാളെ ഈ മുറ്റത്ത് അവക്ക് ഞാൻ പിണ്ടച്ചോറുരുട്ടും, ശേഷക്രിയകൾ നടത്തും. ഇത്രയൊക്കെ വേണോ മുതലാളി? നിനക്ക് അവളോട് സഹതാപമാണോ? സഹതിപ്പിക്കാൻ നിന്നാലേ നിനക്ക് ആ സ്ഥലം പടിക്ക് പുറത്തായിരിക്കും. കേട്ടോടാ നായേ. അഭിമാനോർത്ത് നാട്ടുകാരുടെ മുന്നിൽ ഇതുവരെ പിടിച്ചു നിന്നു, തകർത്തഭിനയിച്ചു. മതി, ഇനി അത് വേണ്ട. കാത്തു നിന്നത് വെറുതെ ആയല്ലോ കുട്ടി. അയാൾ ഇനിയും വന്നില്ലല്ലോ. മുഹൂർത്തത്തിന്റെ സമയം കഴിഞ്ഞു. ഇന്നിനി ഈ വിവാഹം നടക്കില്ല. മനസ്സിൽ മറ്റൊരാളെ വിചാരിച്ചിട്ട് പാർച്ചേച്ചി എന്തിനാവും ഗിരിയേട്ടനായിട്ടുള്ള വിവാഹത്തിന് തയ്യാറായത്? എങ്ങനെയെങ്കിലും അതൊന്ന് ചോദിച്ചറിയണമല്ലോ. പാർച്ചേച്ചി, എന്താ റാണി? എനിക്ക് പാർച്ചേച്ചിയോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? അത്
അത് പാറു ചേച്ചിയുടെ മനസ്സില് റാണി ആ റാണി നീ ഇവിടെ നിൽക്കാറുന്നല്ലേ? അത് എന്താ റാണി, എന്താ പരിപാടി? ഏട്ടത്തമ്മ ഒറ്റയ്ക്ക് മണിയടിക്കാൻ നോക്കല്ലേ? കൊള്ളാം. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ നിന്റെ ആ പ്ലാൻ നടക്കില്ല കേട്ടോ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ പാറുവിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. പാറുവും ഗിരിയേട്ടനുമായിട്ടുള്ള കല്യാണം നടന്നു കാണാൻ വേണ്ടി ഞങ്ങൾ എന്തുമാത്രം ആഗ്രഹിച്ചതാണെന്നറിയോ? ഏട്ടനും ഏട്ടത്തിയമ്മയായിട്ടുള്ള വിവാഹം നടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരേ പ്രാർത്ഥനയായിരുന്നു. അതെ പാറു. പക്ഷെ ഏട്ടൻ വിവാഹം കഴിക്കാൻ വന്നത് ഏട്ടത്തിയമ്മ തന്നെയായിരിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അത് ശരിയാ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുമെന്നോർത്ത് ഞങ്ങളെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴും രശ്മി ഉറപ്പിച്ചു പറയുമായിരുന്നു ഗിരിയേട്ടൻ തന്നെ പാറുവിനെ വിവാഹം കഴിക്കുമെന്ന്. അവസാന നിമിഷം വരെയും ഇവൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു. അതാണ് എന്റെ പ്രവചനത്തിന്റെ ശക്തി. എന്തായാലും ഞാൻ പറഞ്ഞ സത്യമല്ലോ. അതെ, ഏട്ടത്തിയമ്മയുടെ നാണം കണ്ടില്ലേ? നാണം നാണം. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നിട്ടും ഞങ്ങളോടൊരു വാക്ക് പറയാത്തത് മോശമായിപ്പോയി. അതില് ഞങ്ങൾക്ക് നല്ല പരിഭവമുണ്ട്. അതെ അതെ, ഏട്ടനും പറഞ്ഞില്ല ഏട്ടത്തിയമ്മയും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്കറിയായിരുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന്. അതുകൊണ്ടാ ഈ കല്യാണം നടക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്. പാറുവായിട്ട് ഇഷ്ടത്തിലാണോന്ന് ചോദിച്ചാ ഏട്ടൻ അപ്പൊ ഒഴിഞ്ഞു മാറും അല്ലേ? അതെ, നടക്കാത്ത കാര്യങ്ങള് സ്വപ്നം കാണണ്ടാന്ന് പറഞ്ഞു ഉപദേശിക്കും. രണ്ടാളും നല്ല ബുദ്ധിശാലികൾ തന്നെയാ. ചേച്ചി, ഇവര് നമ്മളെ പറ്റിച്ചതിന് ഇവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം കേട്ടോ. അതെ, അത് വേണം. അല്ല, എന്ത് ശിക്ഷ കൊടുക്കും? സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. ഇത്ര വലിയ ഡോക്ടറായിട്ടും പാറു ചേച്ചി ഗിരിയേട്ടനെ മറന്നില്ലല്ലോ. അതിന് പാറു ചേച്ചിയുടെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. പാറുവിനെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെയും ഗിരിയേട്ടന്റെയും ഭാഗ്യ. അവിടെ പടനിലത്തുള്ളതുപോലെ സമ്പത്തും പ്രതാപമൊന്നും ഇല്ലെങ്കിലും ഇവിടെ സ്വർഗമായിരിക്കും പാറുവിന്.